ഹാപ്പി ക്രിസ്മസ്. 2025 നീ കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അശ്വത്. പേര് പറയണോ? ലവ് യു ബ്രോ. 2025 കടന്നു വന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അതെ, എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടി. നല്ലൊരു ഫ്രണ്ട്സ് ആണ്, ലൈഫ് ലോങ് ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസമുണ്ട്. 2025 പുതിയ ഫ്രണ്ട്സ് മോശമാണോ? കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ലൈഫിൽ വന്നതിന് വളരെ താങ്ക്ഫുൾ ആണ് ഞാൻ. അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഐ ലവ് യു എന്ന് മാത്രമേ പറയാനുള്ള. ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഓരോ വർഷം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അതിൽ ചിലത് ലൈഫ് ലോങ് വരെ നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ബഡീസ് ആവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ 2025 നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് മീൻസ് അത് ലവറോ ഫ്രണ്ടോ ബെസ്റ്റിയോ, ന്യൂജൻ കാലത്ത് ബെസ്റ്റ് ചെയ്യുന്നതാണല്ലോ. അങ്ങനെ ആരും ആയിക്കട്ടെ. അപ്പം നമുക്ക് ആളോട് ചോദിച്ചേക്കാം അവർക്ക് 2025 കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, അവരോട് എന്താണ് പറയാനുള്ളത്. ഒന്നും പറയാനില്ലെങ്കിൽ നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ പറയിപ്പിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതെ, എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടി. പേരെന്താണ്? പേര് ആകാശ്. ആകാശിനോട് ഈ മുഹൂർത്തത്തിൽ എന്താ പറയാല്ലേ? അതായത് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് അതിനു വേണ്ടിയായിരിക്കാം. അതെ, ആകാശിനെ വേണ്ടിട്ടായിരിക്കും. അതെ അതെ, എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് എന്താ പറയാ, ഇത്രയും കൊല്ലായിട്ട് എന്റെ കൺമുമ്പിലുണ്ടായിട്ട് ഞാൻ കണ്ടില്ല. ഈ വർഷമല്ലേ കണ്ടുപിട്ടി നമ്മൾ കണ്ണിലുണ്ടായിട്ടും ഈ വർഷം 2025 അപ്പൊ നല്ലൊരു കൊല്ലം കൂടി ആയിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ ആകാശിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ നിമിഷത്തിൽ? ഈ നിമിഷത്തിൽ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. ദൈവത്തിന്റെ അനുഗ്രഹവും കിട്ടി. 2025 നീ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? 25 കുറെ ആൾക്കാരുണ്ടല്ലോ. എന്നാലും അതിൽ ഏറ്റവും ബെസ്റ്റ് ആരാ? അതെങ്ങനെ ഇപ്പം പറയാ? അല്ല, നമുക്ക് ഒരിക്കലും ലൈഫ് നഷ്ടപ്പെടരുത് തോന്നുന്ന ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരാളെ 2025 കിട്ടിയിട്ടുണ്ടോ? 2025 നഷ്ടപ്പെട്ട ഒരു ബന്ധം നഷ്ടപ്പെടരുതാണ് നമുക്ക് എല്ലാവർക്കും. പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി 2025 ഈ വ്യക്തി കടന്നതിന് ശേഷം ഭയങ്കര ഒരു ചേഞ്ച്. ചിലവർ പ്രണയമാവും, ബെസ്റ്റ് ഫ്രണ്ട് ആവാം. അങ്ങനെ പറയാ. ഇയാള് പേരെന്താ? അഭിനവ്. പേര് പറയണോ? പേര് പറയണം. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സുകൾ തന്നെയല്ലേ. അല്ല, എന്നാലും ഇവരൊക്കെ പഴയ ഫ്രണ്ട് അല്ലേ? എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, വീട്ടിലാണ്. എന്താ പറയാ, മൂത്താപ്പന്റെ മോളുമാണ്, ക്ലോസ് ഫ്രണ്ടുമാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞു. എനിക്കോളെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് ഇപ്പൊ എന്താ പറയാനല്ലേ? എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് നന്നായിട്ട് ജീവിക്കുക. പിന്നെന്താ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കോണ്ടാക്ട് ഉണ്ട്. അതിനിപ്പോ എന്താ പറയാ, എല്ലാവരും ഇടയിൽ നിന്ന് കാണിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇത് അപ്പൊ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഇന്ന് രാത്രി കാണും. എല്ലാവർക്കും, ഒരു ഫ്രണ്ട് എന്നല്ല എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എന്താ പറയാ ഹാപ്പി ക്രിസ്മസ്. 25 കിട്ടിയാണോ? ഇവിടുന്ന് കിട്ടിയാ? എന്താ ചെയ്യുന്നത്? ബ്രോക്ക് 2025 കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? 2025 കുറച്ച് കൊല്ലായി. എപ്പം നോക്കുമ്പോഴും അങ്ങനെയാണ്. എന്ത് പറയാനുള്ളത്? ഐ ലവ് യു ബ്രോ. ബ്രോക്ക് എന്താണ് തിരിച്ചു പറയാനുള്ളത്? വേറൊന്നുമില്ല. 2025 നമ്മളെ ലൈഫിക്ക് വന്ന ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്, കാര്യങ്ങൾ എന്തെങ്കിലും? പേര് പറയാ. നിങ്ങൾ ഈ കൊല്ലല്ലോ. റാഷിദ എന്താ ചെയ്യണത്? റാഷിദ എന്താ ചെയ്യണത്? ഡിഗ്രി. റാഷിദാനോട് ഈ സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലൊരു ഫ്രണ്ടാണ്, എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 2024 പറയാൻ പറ്റുമോ? അല്ല, 2025 അങ്ങനെ വ്യക്തിയില്ല. 2024 വന്നിട്ടുണ്ട്, പക്ഷെ 2026 കല്യാണം കഴിക്കാൻ പോകുന്നത് ആണല്ലേ? എന്നാ അവനെ കുറിച്ച് പറഞ്ഞോ. എന്താ, അങ്ങനെ ലൈഫിൽ വന്നൊരു ഇമ്പോർട്ടന്റ് വ്യക്തിയാണ്. അങ്ങനെ സെങ്കായി ഞാനിപ്പോ കല്യാണം കഴിക്കാൻ പോവാണ്. ആളെ പേരെന്താണ്? അൻഷാദ്. അപ്പൊ അൻഷാദിനോട് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് മൈ ലൈഫ്. ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് വന്നിട്ടുള്ള ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് ഫ്രണ്ട് എന്റെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആളുടെ അടുത്താണ്. ഹസ്ബൻഡാണ്. അപ്പൊ ഹസ്ബൻഡിനോട് ഈ സാഹചര്യത്തിൽ ഒരു പറയാനുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശം എന്തെങ്കിലും ഒന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് പറയാനുള്ളത് ഐ ലവ് യു എന്ന് മാത്രമേ പറയാനുള്ള. നിങ്ങൾക്ക് എന്താ വൈഫിനോട് എന്താ പറയാനല്ലേ? നല്ലതാണ്. ലൈഫിലേക്ക് 2025 കടന്നു വന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നൗഷാദ്. എന്താ പറയാനുള്ളത്? എന്താ വന്ന് സന്തോഷം. അങ്ങനെ
പുതിയതാരുമില്ല. പുതിയ ആരുമില്ല. 2023 23 ഇവിടെ എന്താ പറയാനുള്ളത്? എന്താ ഓള് ചെറിയ സ്റ്റാർട്ടപ്പാണ്. നിന്റെ സ്റ്റാർട്ടപ്പ് ആണോ? ഓക്കെ, ശരി, ഉഷാറാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് 2025 കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് എന്നില്ല. ഇവിടെ വന്നപ്പോ ഇവിടെ പഠിക്കാം. ആ ഫ്രണ്ട്സ് തന്നെ ബെസ്റ്റ് ആയിട്ടാണ് എല്ലാരും ഒപ്പരം നിൽക്കുന്നത്. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയുന്ന ഒറ്റ വാക്കിൽ എന്തെങ്കിലും? അവരോട് നല്ല സ്നേഹമുണ്ട്. നമ്മള് ഇവിടെ ഒറ്റക്ക് വന്നപ്പം കൂട്ടിന് ആൾക്കാർ. മനാഫിനോട് എന്താ പറയാനുള്ളത്? എനിക്ക് എന്ത് പറയാനുള്ളതല്ലോ, നല്ല ആരോഗ്യത്തോടെ നല്ല സ്വറ നിൽക്കട്ടെ. ദൈവം സർവൈസ് കൊടുക്കട്ടെ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? 2025 കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് ഒരാള് ശരി ശരി. എവിടെ ഉള്ള ആളാ? കോഴിക്കോട്. പുള്ളിയോട് എന്താ പറയാനുള്ളത്? എന്താ പറയാ, ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. നിങ്ങൾക്ക് എനിക്ക് 2025 പുതിയ ഫ്രണ്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. 2025 മോശമാണോ? അത്യാവശ്യം മോശമാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെ ആരും കിട്ടിയിട്ടില്ല. ആരെയും കിട്ടിയില്ല. പുതിയ ഫ്രണ്ട്സിനില്ല, ഉള്ളവരെ തന്നെയാണ് ബെസ്റ്റ്. അവന്റെ പേരെന്താണ്? നിസാമുദ്ദീൻ അല്ലേ? അവനോട് എന്താണ് ഇപ്പൊ ഈ ഇതിൽ പറയാനുള്ളത്? ഇതിൽ പറയാനുള്ളത് പറഞ്ഞാൽ ലൈഫിൽ വന്നതിന് വളരെ താങ്ക്ഫുൾ ആണ് ഞാൻ. വന്നോട്ടെ. 2025 നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് വന്നിട്ട്? എന്റെ പേരെന്താണ് അയാളുടെ പേര്? യദുരാജ്. അവനോട് എന്താ പറയാനുള്ളത്? ഇതേപോലെ എപ്പോഴും ഉണ്ടാവണം. ക്രിസ്മസ് ആണല്ലോ വരാൻ പോകുന്നത്. 2025 അല്ല, ഓള് ഇത്ര കാലായി, ഓള് കുറേയായി. ഓള് 2025 ഓർമ്മയില്ല. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 2024 അല്ലേ? ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഓളോട് എന്താ പറയാനുള്ളത്? ഓളോടാ എന്താ, ഓള് വന്നതിന് ശേഷം ലൈഫ് എങ്ങനെയുണ്ട്? അടിപൊളിയാ. അടിപൊളിയാണ്. ഒരു ഹാപ്പി ക്രിസ്മസ് പറയോ? ഹാപ്പി ക്രിസ്മസ്. 2025 നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? 2025 രണ്ടുപേരുണ്ട്. ഒക്കെ പറഞ്ഞോളൂ. മുബഷിർ, ജംഷീർ പറഞ്ഞിട്ട് രണ്ടുപേര്. രണ്ടുപേരോട് എന്താ പറയാനുള്ളത് ഈ നിമിഷത്തില്? നല്ലൊരു ഫ്രണ്ട്സാണ്, ലൈഫ് ലോങ് ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഹാപ്പി ന്യൂ ഇയർ രണ്ടുപേർക്കും. ഏറ്റവും ബെസ്റ്റ് ഒരു ബന്ധം, ഒരു ഫ്രണ്ട് ആരാ? പേരാ പറയേണ്ടത്? പേര് പറഞ്ഞാൽ പ്രശ്നം. പേര് പറഞ്ഞാ ഇല്ല, എന്ത് പ്രശ്നം? സജിത്ത്. പുള്ളിയോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒന്നും പറയല്ല. ഫ്രണ്ടായാലും സന്തോഷം. ഓക്കെ. 2025 കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എന്നാലും ഒരു ഫ്രണ്ട് ബെസ്റ്റ് ആയിട്ട് ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. ബെസ്റ്റ് ഫ്രണ്ട് എല്ലാവരും ബെസ്റ്റ് തന്നെയല്ല. ഒപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവരും ബെസ്റ്റ് തന്നെ. എന്നാലും അവരെ പേര് എന്തെങ്കിലും പറയാനുണ്ടോ? പേര് അങ്ങനെ സ്പെഷ്യലായിട്ട് ആരോ പേര് പറയാനും. 2025 നീ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഏറ്റവും നല്ല ഫ്രണ്ട് അമ്മയാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഫ്രണ്ട് ഉള്ളൂ അല്ലേ? അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്തെങ്കിലും പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്. 25 ആയിരിക്കണം. ഈ വർഷം കിട്ടിയ ഏറ്റവും ബെസ്റ്റ്, ഈ വർഷം അവസാനിക്കാൻ പോകണല്ലോ, അപ്പോൾ ഈ വർഷം കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, നല്ലൊരു ബന്ധം. ശ്രീരാജ്. 2025 ഭയങ്കര മോശമായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നല്ല, അടിപൊളി. ബെസ്റ്റ് ഫ്രണ്ട് എന്താ, ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കുറച്ച് കയ്യിലെണ്ണാൻ പറ്റുന്ന 2-3 ആൾക്കാരുള്ളൂ. അവരെ പേര് പറയാൻ പറ്റുമോ? പേര് ജിയ, ഫൗമി, റിത, അങ്ങനെ കുറച്ച് പേര്. അവരോട് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്ത്? എന്താ, അടിപൊളിയായിട്ട് നിൽക്കുക, പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക, പിന്നെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 25 അനാമികനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ഈ സമയത്ത്? ഹാപ്പി ന്യൂ ഇയർ. മകന്റെ കുട്ടി വന്നിട്ടുണ്ട്. മകന്റെയും മകളെയും കുട്ടി. അമീൻ അല്ലേ? അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ? ഗെയിം കളിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഗെയിമും കളിച്ച് അവിടെ ഇരുന്നോ, വീട്ടിലിരുന്നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്, കാര്യങ്ങൾ എന്തെങ്കിലും പറയാനോ? സിനാനോട് ഈ സമയത്ത് എന്താ പറയല്ലേ? ഇവിടെ ഉണ്ടെങ്കിൽ നല്ലേനു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.
ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.